അയ്യപ്പന്റെ അമ്മ കാക്ക കൊത്തി ആഹാ മതി. ഈ ഗേറ്റ് ചിലപ്പോൾ നിങ്ങൾക്കൊരു റെസ്ട്രിക്ഷൻ ആയിരിക്കും, പക്ഷെ ലോകം ഒന്നിനും റെസ്ട്രിക്റ്റഡ് അല്ല. ഞാനിന്ന് വന്നിരിക്കുന്നത് ഗവൺമെന്റ് HS ഫോർ വിഷ്വലി ചാലഞ്ച്ഡ് ഒളശ്ശേയിലാണ്. ഈ സ്കൂൾ ഒരുപാട് പേർക്ക് പ്രകാശം പകർന്നതാണ്. ഫിസിക്കലി ചാലഞ്ച്ഡ് അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് എന്നത് ഒന്നിനും ഒരു പരിധിയല്ല. ചാലഞ്ച്ഡ് ആയിട്ടുള്ള നിരവധി കുട്ടികൾ വീട്ടിൽ അടച്ചിടപ്പെടുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയോ ഇന്നും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ വലിയൊരു പരിഹാരമാണ് ഈ ഒരു സ്കൂൾ. കേരള സർക്കാർ സ്ഥാപിച്ച ആദ്യത്തെ കാഴ്ചപരിമിതർക്കുള്ള വിദ്യാലയമാണ് ഒളശ്ശേയിലെ സർക്കാർ ഹൈസ്കൂൾ. കഴിഞ്ഞ 60 വർഷക്കാലമായി ഉദ്യോഗസ്ഥരുടെയും രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയും ജീവനക്കാരുടെ പരിശ്രമവും കൊണ്ട് സ്കൂൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഏക കാഴ്ചപരിമിതർക്കുള്ള ഹൈസ്കൂളായി ഇത് മാറി. SSLC പരീക്ഷയിൽ സ്കൂൾ തുടർച്ചയായി 100% വിജയം കരസ്ഥമാക്കി. എല്ലാ പ്രയത്നങ്ങളും നേട്ടങ്ങളും അംഗീകരിച്ച് കേരള സർക്കാർ സ്കൂളിന് സെന്റർ ഫോർ എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. ഈ നിൽക്കുന്ന മുത്തശ്ശിമാവിന് ഒരുപാട് കുട്ടികളുടെ വിജയ കഥകൾ പറയാനുണ്ട്. ഏതൊരു കുട്ടിയും പോലെ അവകാശങ്ങളുള്ളതാണ് ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളും. അവരുടെ അവകാശങ്ങൾ കെട്ടിപ്പിടിക്കാനായി ഇവിടുത്തെ പ്രഥമ അധ്യാപകനും മറ്റ് അധ്യാപകരും ജാഗരൂകരാണ്. ഞാനിന്ന് ഇവിടെ എത്തുമ്പോൾ ഇവിടെ ചെറിയൊരു ഇവന്റ് നടക്കുന്നുണ്ട്. ചെറുതല്ല, വലുത് തന്നെ. ഇന്ത്യൻ കുലിനറി വിദഗ്ധൻ ഷെഫ് നളൻ ഷൈന്റെ ഒരു ചെറിയ ഇന്ററാക്റ്റീവ് സെക്ഷൻ. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക തട്ടിപ്പറിച്ചു മുങ്ങ പിള്ളേര് മുങ്ങിയെടുത്തു. അയ്യപ്പന്റെ അമ്മ കുത്തി കടലിലിട്ടു തട്ട പിള്ളേര് തട്ടിപ്പറിച്ചു. അയ്യപ്പന്റെ അമ്മ കാക്ക കൊത്തി കടലിലിട്ടു ആഹാ മതി. എന്താണ് ഈ ഒരു സർവീസ് ചെയ്യാനായിട്ട് ഒളശ്ശ ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂൾ തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം? ബേസിക്കലി ഞാൻ സോഷ്യൽ സർവീസിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു കമ്മിറ്റ്മെന്റും പാർട്ട് ഓഫ് മൈ ലൈഫ് ബീങ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഞാൻ ഡിഫറെൻ്റ്ലി ഏബിൾ സെൻറ്റേഴ്സിൽ പോയി ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ബേസിക്കലി ഞാൻ ഓരോ പ്രോഗ്രാംസ് കാണുമ്പോഴും നമുക്ക് സഹതാപങ്ങളാണ് അല്ലേ. പൊതുവേ കേരളത്തിൽ ഞാൻ കാണുന്നത് സഹതാപ വോട്ടുകൾ, സഹതാപ ചിന്താഗതികൾ. അതൊരു സഹകരണ മനോഭാവമാവണമെന്നും അല്ലാണ്ട് സഹതാപമല്ല എന്നുള്ളതിൻ്റെ ഒരു റിപ്ലിക്കേഷൻ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള മൂവ്മെൻ്റാണ്. മാത്രമല്ല ഇവർക്കെല്ലാം നമ്മൾക്കില്ലാത്തൊരു എക്സ്ട്രാ ഓർഡിനറി സ്കില്ലുണ്ട്. നമ്മളൊക്കെ വെറും ഓർഡിനറിയും അവർ എക്സ്ട്രാ ഓർഡിനറിയുമാണ്. അപ്പോൾ ആ ഓർഡിനറി സ്കില്ല് ഉള്ള നമ്മൾക്ക് ആ എക്സ്ട്രാ ഓർഡിനറി സ്കില്ല് കാണാൻ കഴിയാത്തതിനാൽ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഷെഫ് നളൻ കുലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ഞാൻ ഷെഫിങ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, കുക്കിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാരണം ഓട്ടിസം എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്, അതൊരു ഡിസീസല്ല. അപ്പോൾ ഓരോന്നിനെയും തിരിച്ചറിവ്, അറിവിനേക്കാൾ വലുതല്ലേ തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ ബ്ലൈൻഡ് സ്കൂൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുര്യൻ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനിവിടെ വന്ന് കണ്ടു, കുട്ടികളെ കണ്ടു. ഇവരുടെ ഉള്ളിലെല്ലാം ഒരു സ്നേഹമുണ്ട്. മാത്രമല്ല ഇവരുടെ അമ്മമാർക്കായാലും മാതാപിതാക്കൾക്കായാലും ഇവർക്കായാലും ഒരു ലോസ്റ്റ് ഫീലിംഗ് എപ്പോഴും. അത് വേണ്ട. നമ്മൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. പിന്നെ ആഹാരം വെച്ച് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും ഈ സോഷ്യൽ സർവീസ് വേൾഡിൽ തന്നെ ആണെങ്കിലും പല രാജ്യങ്ങളിലും അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചർ, അപ്പോൾ ഇവരുടെ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവരെല്ലാവരും ലോകത്തിന് ഒരു മാതൃകയാവണം എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. സോ എന്തൊക്കെയാണ് ഇന്ന് ഷെഫ് നളൻ ഷൈന്റെ വക കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്? എന്തൊക്കെയാന്ന് ഒരുക്കിയത്? നമുക്ക് ചിക്കൻ ബിരിയാണി കഴിച്ചാലോ? അപ്പൊ ഇന്ന് ഇവർക്ക് വേണ്ടി ഞാൻ ചിക്കൻ ബിരിയാണി, എന്റെ മോള് പോലാണോ, നമ്മളെ മോള് ഇങ്ങനെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്കിളുടെ, അല്ലേ? ഞങ്ങൾ എല്ലാവരും കൂടെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും കഴിച്ചിട്ടേ പോവാവും. എന്തുകൊണ്ടാണ് ഈ ഒരു സർവീസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്താണ്?
ബേസിക്കലി ഞാനൊരു അണ്ടർ റേറ്റഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരു അണ്ടർ റേറ്റഡ് കിഡായിരുന്നു. ഞാൻ ബോർഡിങ്ങിലാണ് നിന്നത്. അപ്പം ബോർഡിങ് അവർ ശ്രദ്ധിക്കുന്ന കണക്ക് ആയിരിക്കില്ലല്ലോ പാരൻസ്. അപ്പോൾ എന്നെ സ്കൂളിൽ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്നെ പിക്ക് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എൻ്റെ അച്ഛൻ്റെ ഉറക്കമില്ലായ്മയാണ് ഷെഫ് നടൻ ഷൈൻ എന്ന് പറയുന്നൊരു കഥാപാത്രത്തിന് എനിക്ക് തന്നെ ഗ്രൂം ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് എൻ്റെ പേഴ്സണാലിറ്റി ആയാലും അപ്പോൾ എൻ്റെ അച്ഛൻ ചെയ്തതിൻ്റെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുഡ് ഹാബിറ്റ്സിനെ റീഡിഫൈൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ തോട്ട് പ്രോസസ്സ് മാറും, നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറും. ബിക്കോസ് വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ എന്നല്ലേ. അപ്പോൾ ആ വേർഡ് എന്നിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. അതിപ്പം എന്നെ മന്ദബുദ്ധി എന്ന് വിളിച്ചിട്ടുണ്ട്, ലോക തോൽവി എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് കേരളത്തിലിപ്പം 4 പേർക്ക് അന്വേഷിച്ചാൽ അറിയാവുന്ന ഒരു വ്യക്തിത്വം, സ്നേഹസമ്പന്നൻ ആയിരിക്കണം. മാത്രവുമല്ല എൻ്റെ അച്ഛൻ എന്നോട് ചെയ്ത ആ ഒരു നീതി ഈ മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ പറഞ്ഞ കണക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്താൽ എന്നെപ്പോലുള്ള കുട്ടികൾ, ഇപ്പോൾ ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു, എന്നെപ്പോലുള്ള കുട്ടികൾക്ക് അതൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം. അപ്പോൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛനാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, കാഴ്ചവൈകല്യമുള്ളവർക്കിടയിൽ വിദ്യാഭ്യാസ പുരോഗതി പ്രോത്സാഹിപ്പിക്കുന്നതിന് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അധികാരികളുടെയും പൊതുജനങ്ങളുടെയും പരിശ്രമത്തിലൂടെ കേരളത്തിലുടനീളം സ്പെഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു. 1962 കോട്ടയത്തെ ഒളശ ഗ്രാമത്തിലാണ് കാഴ്ചപരിമിതർക്കുള്ള ആദ്യ സർക്കാർ സ്കൂൾ ആരംഭിച്ചത്. പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നൽകുന്ന ഈ സ്കൂൾ കേരള സ്റ്റേറ്റ് സിലബസ് ആണ് പിന്തുടരുന്നത്. സൗജന്യ വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ താമസിക്കാനുള്ള സൗകര്യവുമുണ്ട്. സ്കൂൾ കോളേജ് സ്ഥലങ്ങളിൽ അധ്യാപകരും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജീവനക്കാരുമായി മാറിയ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നത്. നിരവധി പ്രതിഭകളെ വാർത്തെടുക്കുകയും നിരവധി കുട്ടികൾക്ക് വഴിയൊരുക്കുകയും ചെയ്ത വിദ്യാലയം. എല്ലാ വർഷങ്ങളിലും സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിനും സംസ്ഥാനത്തുടനീളം മറ്റ് കലാകായിക മത്സരങ്ങളിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങളും അംഗീകാരവും നേടിയ സ്കൂളാണ് ഒളശ വിദ്യാലയം. എങ്ങനെയുണ്ടായിരുന്നു ഷെഫ് നളൻ ഷൈനും കുട്ടികളുമായുള്ള ഒരു ഇന്ററാക്ഷൻസ് ഒക്കെ? ഗ്രാൻഡ് ആയിട്ടുണ്ട്, വളരെ നന്നായിരിക്കുന്നു. കുട്ടികൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടിയത്. ഓക്കെ സർ. സോ ഒരു ബ്ലൈൻഡ് സ്കൂൾ നടത്തി പോവാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. അപ്പൊ എങ്ങനെയാണ് സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തനങ്ങളൊക്കെ? ഇത് ശരിക്കും കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ഒരു ഹൈസ്കൂളാണ് കേരളത്തിലെ. കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ സ്കൂള് റൺ ചെയ്യുന്നത്. ഇതിൻ്റെ എക്സ്പെൻസ് മറ്റു കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് തന്നെയാണ് നടത്തുന്നത്. ടൈം ബൗണ്ടായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്, ഡയറക്ഷൻസ് ഒക്കെ ഗവൺമെൻറ്റിൽ നിന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പരിപൂർണ്ണ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാം നടന്നു പോകുന്നത്. സിലബസ് ഉൾപ്പെടെ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആസ് എ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ ഒക്കെ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത്. പിന്നെ ഇവിടെ ഞാൻ കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെന്ന് വെച്ചാൽ സൊസൈറ്റിയെ കൂടുതൽ നമ്മുടെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അതങ്ങനെയുള്ള ശ്രമങ്ങൾ ഒത്തിരി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ ആഴ്ചയിലും ഇതുപോലെയൊക്കെയുള്ള ഇൻട്രാക്റ്റീവ് പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. പക്ഷേ ഇന്നത്തേതൊരു വേറിട്ട അനുഭവമായിരുന്നു. നളൻ ഷെഫ് വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡേ ആയിട്ടാണ് ഇന്നത്തേത് മാറിയത്. ഓക്കെ. സോ എങ്ങനെയാണ് സ്കൂളിലെ കരിക്കുലം അല്ലെങ്കിൽ പാഠ്യപദ്ധതിയൊക്കെ എങ്ങനെയാണ് പോകുന്നത്? നമ്മുടെ ഇവിടെ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളാണുള്ളത്. കേരള ഗവൺമെൻറ്റിൻ്റെ കരിക്കുലം അനുസരിച്ചുള്ള എല്ലാ പാഠഭാഗങ്ങളും അതാത് ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ സാധാരണ ജനറൽ സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള വിദ്യാലയം എന്നുള്ള നിലയിൽ പ്രത്യേക ചില പരിശീലനങ്ങൾ, അതായത് പ്ലസ് കരിക്കുലം എന്ന് പറയും. ആ പ്ലസ് കരിക്കുലത്തിൽ അവരുടെ ദൈനംദിന നൈപുണികൾ മുതൽ സെൻസറി ട്രെയിനിങ്, മൊബിലിറ്റി ആൻഡ് ഓറിയൻറ്റേഷൻ, പിന്നെ അവരുടെ സ്ക്രിപ്റ്റ്, ബ്രെയില്, പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, സംഗീത ഉപകരണങ്ങൾ, ക്രാഫ്റ്റ്, യോഗ, ഡാൻസ്, ഇതെല്ലാം പ്ലസ് കരിക്കുലത്തിൽ പെടുത്തി നമ്മൾ അവർക്ക് പാഠ്യഭാഗത്തോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ സ്കൂളിൽ ലഭ്യമല്ല. കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്കൂളിൽ മാത്രം ലഭ്യമായിട്ടുള്ള സിലബസിൻ്റെ ഭാഗമായിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആണ്. കാഴ്ചയില്ലായ്മ ഒരു പരിമിതിയായി നമുക്ക് മാറുമ്പോൾ തേജസ്സുള്ള ജ്വലിക്കുന്ന ഉൾക്കാഴ്ച അവർ നേടുകയാണ്. അനുകമ്പയുടെ കണ്ണോടെയല്ല ഈ വിദ്യാലയത്തെ നമ്മൾ കാണേണ്ടത്. പ്രകാശമാർന്ന ഉൾക്കണ്ണുകളുടെ
കാഴ്ചയുമായി